ഘട്ടത്തിലൂടെ കടന്നു പോകുന്ന കാലമാണിത്. ലോകത്ത് എന്ത് സംഭവിക്കും എന്നതിനെക്കുറിച്ച് വലിയ ആശങ്ക ഉയരുന്ന ഘട്ടവുമാണിത്. കഴിഞ്ഞ വർഷം ഇവിടെ കോഴിക്കോട് ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, കൊല ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന പാലസ്തീൻ ജനതയോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ നാം ഒരു വിപുലമായ യോഗം സംഘടിപ്പിച്ചത് ഓർക്കുകയാണ്. കേരളം വലിയ തോതിൽ ആ ഐക്യദാർഢ്യത്തിൽ അണിചേർന്നു. CPIM ആയിരുന്നു ഫലപ്രദമായി അതിന് നേതൃത്വം കൊടുത്തത്. പിന്നീട് ചിലർ CPIM എന്തോ അരുതാത്തത് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ചെയ്തിരിക്കുകയാണ്, അതല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇത് ഇവരുടെ ഒരു പ്രത്യേക രീതിയായി മാറുകയാണ് എന്നെല്ലാമുള്ള പ്രചരണം വലിയ തോതിൽ അഴിച്ചുവിട്ടത് നമ്മുടെ എല്ലാം ശ്രദ്ധയിലുള്ളതാണ്. എന്തോ പ്രത്യേകം ആളുകളെ പ്രീണിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കുന്നത് എന്നാണ് കേരളത്തിൽ ചിലർ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചത്. ആ പ്രചരിപ്പിക്കുന്ന, അല്ലെങ്കിൽ അത്തരം പ്രചരണങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ആളുകൾക്ക് പ്രത്യേക ഉദ്ദേശമുണ്ടായിരുന്നു. മാത്രമല്ല, ഇതിൻ്റെ ഗുണഫലം, ആ പ്രചരണത്തിൻ്റെ ഗുണഫലം അനുഭവിക്കാൻ തയ്യാറായ കൂട്ടർ ഈ കാര്യത്തിൽ ഒരു ഘട്ടം വരെ തികഞ്ഞ മൗനമായിരുന്നു പാലിച്ചത്. അതിനുള്ള കാരണവും ആ ഘട്ടത്തിൽ നമ്മളെല്ലാവരും കണ്ടതാണ്. രാജ്യത്ത് രണ്ടിടത്ത് തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നുണ്ടായിരുന്നു. ആ തെരഞ്ഞെടുപ്പുകൾ കഴിയുന്നത് വരെ ഇതുമായി ബന്ധപ്പെട്ട് ഒന്നും പ്രതികരിക്കേണ്ടതില്ല എന്നവർ നിശ്ചയിച്ചു. മാത്രമല്ല, അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ പ്രതികരിക്കേണ്ടതില്ല എന്ന നിലയും ചിലരെടുത്തു. ഇതൊന്നും ഇടതുപക്ഷത്തിനോ CPIM-നോ ബാധകമായ ഒന്നായിരുന്നില്ല. കാരണം പാലസ്തീൻ വിഷയം ഒരു പുതിയ വിഷയമല്ല രാജ്യത്തിനു മുന്നിൽ, ലോകത്തിനു മുന്നിൽ. നമ്മുടെ രാജ്യം എക്കാലവും പാലസ്തീനോടൊപ്പമാണ് നിന്നിരുന്നത്. ഹിറ്റ്ലറുടെ അതിക്രൂരമായ ആക്രമണത്തിനും കൂട്ടക്കൊലക്കും ഇരയാകേണ്ടി വന്ന ജൂതവിഭാഗത്തിന് ഒരിടം എന്ന നിലക്കാണ് പാലസ്തീനിൽ ലോകമഹായുദ്ധത്തിന് ശേഷം
സ്ഥലം അനുവദിക്കാൻ പൊതുവെ തീരുമാനിക്കുന്നത്. അങ്ങനെ സ്ഥലം കിട്ടിയവര് അവിടെ നിലവിലുണ്ടായിരുന്ന രാജ്യത്തെ ഭരണകർത്താക്കളെയും ഭരണ സംവിധാനത്തെയും എല്ലാം പടിപടിയായി ദുർബലപ്പെടുത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതിൻ്റെ ഭാഗമായി ഹിറ്റ്ലറുടെ ആക്രമണത്തിനിരയായി ലോകത്താകെ അഭയാർത്ഥികളായി കഴിയേണ്ടി വന്ന ജൂതവിഭാഗത്തിന് താമസിക്കാൻ ഇടം കൊടുത്തതിൻ്റെ ഫലമായി രാജ്യവും തങ്ങളുടെ നിലനിൽപ്പും നഷ്ടപ്പെട്ട് അഭയാർത്ഥികളാകേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് പാലസ്തീനികൾ മാറുന്ന കാഴ്ചയുമുണ്ടായി. ആ ഘട്ടത്തിലൊക്കെ കൃത്യമായ നിലപാട് നമ്മുടെ രാജ്യം സ്വീകരിച്ചു. പാലസ്തീനെയാണ് നാം അംഗീകരിച്ചത്. ഇസ്രയേലിനെ അംഗീകരിച്ചില്ല. നമ്മുടെ പാസ്പോർട്ടിൽ, ഇന്ത്യൻ പൗരർക്ക് നൽകുന്ന പാസ്പോർട്ടിൽ ഇസ്രയേലിൽ പോകാൻ അനുമതിയില്ല എന്നത് രേഖപ്പെടുത്തി. ഒരു നയതന്ത്ര ബന്ധവും ഇസ്രയേലുമായി ഉണ്ടായില്ല. ചേരിചേരാ സമ്മേളനം ഡൽഹിയിൽ ചേർന്നപ്പോൾ ജവഹർലാൽ നെഹ്റുവിൻ്റെ കൂടെ പാലസ്തീൻ നേതാവ് യാസർ അറാഫത്ത് ഒന്നിച്ചു നിന്നുകൊണ്ടാണ് ജനങ്ങളെ അഭിസംബോധന ചെയ്തത്. അത്രമാത്രം പാലസ്തീനെ അംഗീകരിക്കുന്ന നിലപാടാണ് നമ്മുടെ രാജ്യം പൊതുവെ സ്വീകരിച്ചത്. എന്നാൽ ആ രാജ്യം പിന്നീട് മാറി. ആ മാറ്റം കോൺഗ്രസിനുമുണ്ടായി. ആ മാറ്റം BJP ഗവൺമെൻറ് വന്നതോടെ അതിവേഗതയിലായി. ഇതിൻ്റെയെല്ലാം ഫലമായി തങ്ങൾ ഇസ്രയേലിനോടൊപ്പമാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയെ നാം കണ്ടു. നമ്മുടെ രാജ്യം നാണം കെട്ട് തലതാഴ്ത്തേണ്ട അവസ്ഥ വന്നു. ഇതെല്ലാം നേരത്തെ ഉണ്ടായ സംഭവങ്ങളാണ്. ഇപ്പോ അതിക്രൂരമായ കൂട്ടക്കശാപ്പ് നടന്നുകൊണ്ടിരിക്കുന്നു. ഗാസയിലെ തുടർച്ചയായ ആക്രമണം ഇസ്രയേൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. പതിനായിരങ്ങൾ മരിച്ചു വീഴുന്നു. ഔദ്യോഗിക കണക്ക് തന്നെ 41,000 കൊല ചെയ്യപ്പെട്ടു എന്നാണ്. അതിൻ്റെ എത്രയോ മടങ്ങാണ് യഥാർത്ഥത്തിൽ കൊല ചെയ്യപ്പെട്ടത്. അതിൽ കുഞ്ഞുങ്ങൾ, സ്ത്രീകൾ, ആയിരങ്ങൾ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു. കെട്ടിടങ്ങൾ തകർക്കുന്നു. ആ കെട്ടിട അവശിഷ്ടങ്ങൾക്കുള്ളിൽ 10,000-ൽ പരം ആളുകൾ മണ്ണിനോട് ചേർന്നിരിക്കുന്നു. അവരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല. അവർ പൂർണ്ണമായി ജീവൻ വെടിയുന്ന അവസ്ഥ വന്നു.
ഈ അതിക്രൂരമായ സംഭവങ്ങൾ ഇസ്രയേലിൻ്റെ നേതൃത്വത്തിൽ ഹതഭാഗ്യരായ ഒരു ജനതയുടെ നേരെ നടത്തുകയാണ്. ഏറ്റവും കൂടുതൽ സ്ത്രീകളും കുട്ടികളും ജീവൻ വെടിയേണ്ടി വന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത്. അവിടെ സ്കൂളുകൾ, ആശുപത്രികൾ ഇതെല്ലാം ആക്രമിക്കപ്പെടുന്നു. സ്കൂളുകളിൽ ചിലയിടങ്ങളിൽ അഭയാർത്ഥി ക്യാമ്പുകളുണ്ടായിരുന്നു. പൂർണ്ണമായി കൊല ഉദ്ദേശിച്ച് കൂട്ടക്കൊല അവിടെ ഇസ്രയേൽ നടത്തുകയാണ്. അങ്ങനെ ലോക മനസാക്ഷിയെ അങ്ങേയറ്റം വിറങ്ങലിപ്പിച്ച ഒരുപാട് സംഭവങ്ങൾ, കൃത്യമായ വംശഹത്യ, അതാണ് പാലസ്തീനിൽ നടമാടുന്നത്. ഇത് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ പ്രശ്നമായിട്ട് മാത്രം കാണേണ്ട കാര്യമല്ല. അതുകൊണ്ടാണ് നമ്മുടെ അന്താരാഷ്ട്ര കോടതി ആ കാര്യത്തിൽ ഇടപെട്ടത്. അവർ പറഞ്ഞു, ഇസ്രയേൽ പിന്മാറണം, ഈ ആക്രമണം അവസാനിപ്പിക്കണം, അധിനിവേശ സ്ഥലങ്ങളിൽ നിന്ന് പിന്മാറണം. ആര് കേൾക്കാൻ? ആരും അതിനൊന്നും വില കൽപ്പിക്കുന്നില്ല. കാരണം അമേരിക്കയുടെ പൂർണ്ണ പിന്തുണയുണ്ട്. എന്തു ചെയ്താലും അമേരിക്ക പിന്താങ്ങാൻ തയ്യാറാണ്. അതുകൊണ്ട് തന്നെ എന്തും ചെയ്യാനുള്ള ലൈസൻസായി നെതന്യാഹുവും കൂട്ടരും കണ്ടിരിക്കുകയാണ്. ഇസ്രയേലിൽ പോലും ഇതുപോലെ നീങ്ങിക്കൂടാ എന്ന അഭിപ്രായമുയരുന്നു. ഇസ്രയേലികൾ നല്ലൊരു ഭാഗം ഇത്തരം ആക്രമണങ്ങളെ എതിർക്കുന്ന നില സ്വീകരിക്കുന്നു. ഒരു ഘട്ടത്തിൽ അമേരിക്കൻ പ്രസിഡന്റിന് പോലും വെടിനിർത്താൻ പറയേണ്ടതായി വരുന്നു. പക്ഷേ അംഗീകരിക്കാൻ നെതന്യാഹുവും കൂട്ടരും തയ്യാറല്ല. കാരണം എല്ലാം ഒരു ഒത്തുകളിയാണ്. എല്ലാറ്റിനും അമേരിക്കയുടെ പൂർണ്ണ പിന്തുണയുണ്ട്. ഇപ്പോൾ എവിടെയെത്തി? ഒരു ലോകയുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീക്കാനുള്ള നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നു. രാഷ്ട്രങ്ങളുടെ സ്വാതന്ത്ര്യം, പരമാധികാരം അംഗീകരിക്കണ്ടേ? ഒരു രാഷ്ട്രത്തിന് നേരെ ആക്രമണം നടത്തുക എന്നത് പരിഷ്കൃത ലോകത്ത് ചിന്തിക്കാൻ കഴിയുന്ന കാര്യമല്ലല്ലോ. പക്ഷേ ലെബനനിൽ ഹിസ്ബുള്ളയെ തകർക്കാനെന്ന പേരിൽ വ്യാപകമായ ആക്രമണം ഇസ്രയേൽ നടത്തുന്നു. അതിൻ്റെ ഭാഗമായി പേജർ ആക്രമണം ആദ്യം തുടങ്ങി. എത്ര ആസൂത്രിതമായാണ് ആക്രമണം സംഘടിപ്പിച്ചത് നോക്കണം. അവര് പേജറെയാണ് കൂടുതലായിട്ട് ആശ്രയിക്കുന്നത് മനസ്സിലാക്കി അവിടെ വിതരണം ചെയ്യുന്ന പേജറുകളിൽ അതിൻ്റെ ഉൽപാദന കേന്ദ്രങ്ങളിൽ വെച്ച് തന്നെ ബോംബ് ഒരുക്കുകയാണ്. മാരകശേഷിയുള്ള സ്ഫോടനത്തിനുള്ള വസ്തുക്കൾ ഈ പേജറിൽ ഒരുക്കുകയാണ്. അങ്ങനെയാണ് ഒരു ദിവസം പെട്ടെന്ന്
അനേകം ആളുകൾക്ക് സ്ഫോടനത്തിൽ, പേജർ സ്ഫോടനത്തിൽ പരിക്കും, പലരും മരണപ്പെടുന്ന അവസ്ഥയും ഉണ്ടായത്. പിന്നെ നാം കേട്ടു അത് വാക്കി ടോക്കിയിലേക്ക് മാറിയെന്ന്. അതിനുശേഷം നേരിട്ടാക്രമണം, ബോംബാക്രമണം. എത്രമാത്രം ഭീകരമായ ആക്രമണമാണ് നടക്കുന്നത്. വലിയ കെട്ടിടം, ആ കെട്ടിടത്തിൻ്റെ അടിയിൽ അണ്ടർഗ്രൗണ്ട് സജ്ജീകരണമൊരുക്കി അവിടെ ആക്രമണത്തെ ഭയന്ന് താമസിക്കുന്നവർക്ക് അവരെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ബോംബാക്രമണം. കെട്ടിടമാകെ തകരുന്നു. അതിനകത്തുള്ളവരാകെ ഈ ഭൂമിക്കടിയിലുള്ള സങ്കേതത്തിൽ താമസിക്കുന്ന ആളുകളടക്കം കൊല ചെയ്യപ്പെടുന്നു. നീതിപൂർവമായൊരു കാര്യം നടന്നു എന്നാണ് ഇസ്രയേലിൻ്റെ പ്രതികരണം, അമേരിക്കയുടെ പ്രതികരണം. എന്തിനും പിന്തുണ കൊടുക്കാൻ അമേരിക്ക സന്നദ്ധം. അതിൻ്റെ ലെബനൻ സിറിയ അതിർത്തിയിൽ വലിയ തോതിൽ ബോംബിടുന്നു. ഇപ്പോൾ യമനിലേക്കും ആക്രമണം വ്യാപിപ്പിക്കുന്നുവെന്ന് കേൾക്കുന്നു. ഇതാണ് ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരമൊരു അവസ്ഥ ലോകം അംഗീകരിക്കുന്നുണ്ടോ? ലോകം അംഗീകരിക്കുന്നില്ല എന്നതാണ് UN ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലി ചർച്ച ചെയ്ത കാര്യം കാണിക്കുന്നത്. ജനറൽ അസംബ്ലി മഹാഭൂരിപക്ഷത്തോടെ ഇസ്രയേലിനെതിരെ പ്രമേയം അംഗീകരിച്ചു. ഇസ്രയേൽ ഈ ആക്രമണം നിർത്തണമെന്ന് ആവശ്യപ്പെട്ടു. അധിനിവേശ പ്രദേശങ്ങളിൽ നിന്ന് പിൻവാങ്ങണം എന്നും ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലി ആവശ്യപ്പെട്ടു. അമേരിക്കയടക്കമുള്ള ഏതാനും ചില രാഷ്ട്രങ്ങൾ മാത്രമാണ് അതിനെ എതിർക്കാനുണ്ടായത്. പക്ഷേ നമ്മെ വേദനിപ്പിക്കുന്ന കാര്യം, നമ്മുടെ രാജ്യം ആ പ്രമേയത്തിൻ്റെ വോട്ടെടുപ്പിൽ നിന്ന് മാറി നിന്നു, അതിൽ പങ്കെടുക്കാതിരുന്നു. എന്താണത് കാണിക്കുന്നത്? പരമ്പരാഗതമായ നമ്മുടെ നയം, ഇന്ത്യയുടെ നയം, ലോകം ഇന്ത്യയെ ഏറ്റവും കൂടുതൽ അംഗീകരിക്കുന്നതിനിടയാക്കിയ ആ നയം ഉപേക്ഷിച്ചിരിക്കുന്നു. ആർക്കു വേണ്ടി? നേരത്തെ ഞങ്ങൾ ഇസ്രയേലിൻ്റെ കൂടെയാണ് എന്ന് പറയാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി തയ്യാറായി. ഇപ്പോ അതേ നിലപാട് ലോകമാകെ, നിങ്ങൾ പിൻവാങ്ങൂ, ആക്രമണം നിർത്തൂ, അധിനിവേശ പ്രദേശങ്ങളിൽ നിന്ന് പുറത്തു കടക്കൂ എന്നാവശ്യപ്പെടുമ്പോൾ അതിൻ്റെ കൂടെ നിൽക്കാൻ നമ്മുടേതുപോലൊരു രാജ്യത്തിന് സാധിക്കുന്നില്ല. സിയോണിസ്റ്റുകളുടെ കൂടെ ചേർന്ന് നിൽക്കുന്നു. സിയോണിസ്റ്റുകളുടെ കൂടെ ചേർന്ന് നിൽക്കാൻ നമ്മുടെ രാജ്യത്തെ RSSന് മടിയില്ല. RSS നേതൃത്വം അംഗീകരിച്ചിട്ടുള്ള BJPക്കും മടിയില്ല. അതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തെ പ്രതിനിധീകരിക്കുന്ന ഇന്നത്തെ കേന്ദ്രഭരണം രാജ്യത്തിൻ്റെ പൊതുവായ നിലപാടിനെതിരായി ഇതേവരെ നാം തുറന്നു വന്ന നിലപാടിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നില സ്വീകരിച്ചത് എന്നത് നാം കാണേണ്ടതായിട്ടുണ്ട്. ഇത്
അതീവ ഗൗരവമായ പ്രശ്നമാണ് എന്നത് നാം ഉൾക്കൊള്ളേണ്ട ഒരു പ്രധാന കാര്യമാണ് എന്നതാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കാനുള്ളത്. എന്തിനാണ് ഇത്തരത്തിലൊരു നിലപാട് ഇന്ത്യ സ്വീകരിക്കുന്നത്? ഇന്ത്യ പൂർണ്ണമായി അമേരിക്കക്ക് വിധേയമായി പൂർണ്ണ വിധേയത്വത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്കയെ പ്രീണിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടുകൾ എന്തും സ്വീകരിക്കാൻ ഇപ്പോൾ തയ്യാറാകുന്നു എന്നതാണ് നാം കാണേണ്ടത്. അതിൻ്റെ ഭാഗമായി ഇത്തരത്തിൽ നമ്മുടെ പഴയ നയം തന്നെ മാറ്റുകയാണ്. ഇത് ഈ കാര്യത്തിൽ മാത്രമല്ല, അമേരിക്കയുള്ള വിധേയത്വം എങ്ങനെയെല്ലാം കൂടിക്കൂടി വരുന്നു എന്നതാണ് അടുത്ത കാലത്തുണ്ടായ ഒരു പ്രത്യേക സംഭവം കാണിക്കുന്നത്. അത് നമ്മുടെ രാജ്യത്തെ യഥാർത്ഥത്തിൽ ഒരു പരിഹാസപാത്രമാക്കുകയാണ് ചെയ്തത്. നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി റഷ്യ സന്ദർശിക്കുന്നു. റഷ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതി ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് സമ്മാനിക്കുന്നു. റഷ്യയുടെ പരമോന്നത ബഹുമതി പുടിൻ സമ്മാനിക്കുന്നു. പുടിനെ നമ്മുടെ പ്രധാനമന്ത്രി കെട്ടിപ്പിടിക്കുന്നു. ഇത്രയും നടന്നത് ഒരു പ്രത്യേക ഘട്ടത്തിലായിപ്പോയി. ആ ഘട്ടം നാറ്റോവിൻ്റെ 75-ാം വാർഷികം വാഷിങ്ടണിൽ വെച്ച് അവർ വലിയ തോതിൽ ആഘോഷിക്കുകയായിരുന്നു. അപ്പോൾ ആഘോഷിക്കുന്ന ഘട്ടത്തിലാണ് പുടിനെ മോദി കെട്ടിപ്പിടിക്കുന്നതും മോദിക്ക് പരമോന്നത സിവിലിയൻ ബഹുമതി പുടിൻ സമ്മാനിക്കുന്നത്. അത് വല്ലാത്ത അസ്വസ്ഥത അമേരിക്കക്കുണ്ടാക്കി. അമേരിക്കയുടെ വിവിധ തലങ്ങളിലുള്ള പ്രതിനിധികൾ അങ്ങേയറ്റം അസഹിഷ്ണുതയോടെയുള്ള പ്രതികരണങ്ങൾ നടത്തി. ഒരു രാജ്യമെന്ന നിലക്ക്, ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കായ ഇന്ത്യയുടെ അന്തസ്സിനെ ഹനിക്കും വിധമുള്ള പ്രതികരണങ്ങൾ അവരുടെ ഭാഗത്ത് ഉയർന്നു വന്നു. മാത്രമല്ല, നമ്മുടെ രാജ്യത്തിലെ അമേരിക്കൻ അംബാസഡറുണ്ട്. അതിനോടൊപ്പം ചേർന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും അത്യന്തം പ്രകോപനപരമായ പ്രസ്താവനയുണ്ടായി. സാധാരണ നിലക്ക് ഒരു രാജ്യം, ആ രാജ്യത്തിന് നേരെ ഇത്തരത്തിലുള്ള പ്രകോപനപരമായ നിലപാട് വരുമ്പോൾ അതിനെ ചോദ്യം ചെയ്യാൻ തയ്യാറാകും. തങ്ങളുടെ നിലപാട് ഉറപ്പിച്ചു പറയാനുള്ള ബാധ്യത ഏതൊരു രാജ്യത്തിനുമുള്ളതാണ്. പക്ഷേ നമ്മുടെ രാജ്യം അത്തരമൊരു നിലപാട് സ്വീകരിച്ചില്ല. അമേരിക്കയുടെ മനസ്സ് മുഷിഞ്ഞപ്പോൾ ആ മുഷിഞ്ഞ മനസ്സിനെ എങ്ങനെ തൃപ്തിപ്പെടുത്താനാകും എന്നാണ് ഇന്ത്യ ആലോചിച്ചത്. അതിൻ്റെ ഭാഗമായി വേഗം തന്നെ പരിഹാരക്രിയകൾ ആരംഭിച്ചു. ആ പരിഹാരക്രിയയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായിരുന്നു ഉക്രൈനിലേക്കുള്ള മോദിയുടെ സന്ദർശനം. അവിടെ മോദി എത്തി അവിടുത്തെ പ്രസിഡന്റ് സെലൻസ്കിയെ കെട്ടിപ്പിടിച്ചു. മാത്രമല്ല,
തൊട്ടു പിന്നാലെ ന്യൂയോർക്കിൽ വെച്ചും സെലൻസ്കിയെ കണ്ടു. അമേരിക്കയുടെ മനസ്സ് ശാന്തമായി. ഇന്ത്യ തങ്ങളോടൊപ്പം തന്നെയാണ് എന്ന് അവർ ഉറപ്പിച്ചു. ഇവർക്ക് ഇതിൻ്റെ ഭാഗമായി ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിലടക്കം രാജ്യത്തിൻ്റെതായ നിലപാട് തുടരാൻ കഴിഞ്ഞില്ല എന്നതാണ് കാണാൻ നമുക്ക് സാധിക്കുന്നത്. രാജ്യത്തിൻ്റെ നിലപാട് ഉപേക്ഷിക്കുന്നു. ഇവിടെ ലോകത്താകെ ഉയർന്നു വരുന്ന ഒരഭിപ്രായം, ഈ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇസ്രയേലിന് ആയുധങ്ങൾ നൽകാൻ പാടില്ല എന്നത് പൊതുവെ ഉയരുന്നൊരാവശ്യമാണ്. നിർഭാഗ്യവശാൽ നമ്മുടെ രാജ്യം ഇസ്രയേലുമായി ഏറ്റവും വലിയ ആയുധ കച്ചവടം നടത്തുന്ന ഒരു രാഷ്ട്രമാണ്. അത് ഇസ്രയേലിൻ്റെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങളെ ത്വരിതപ്പെടുത്താനാണ് ഇടയാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് പോകുന്ന ആയുധങ്ങൾ അവരുടെ ഇസ്രയേലിൻ്റെ ആക്രമണത്തിന് കരുത്തു പകരുന്ന മറ്റ് സംവിധാനങ്ങൾ എല്ലാം സാധാരണഗതിയിൽ ലോകത്താകെ ഉയർന്നു വരുന്ന അഭിപ്രായത്തിൻ്റെ ഭാഗമായി തന്നെ ഉപേക്ഷിക്കേണ്ടതാണ്. നമ്മുടെ രാജ്യം ആയുധ ഇടപാട് ഇസ്രയേലുമായി നടത്താതിരിക്കണം. ഇസ്രയേലിന് കൂടുതൽ ആക്രമണം നടത്താനുള്ള സഹായം നമ്മുടെ ഭാഗത്ത് നിന്ന് ചെയ്യാൻ പാടില്ല. ദ്വിരാഷ്ട്ര ഫോർമുലയാണ് എല്ലാ ഘട്ടത്തിലും നമ്മളും ഇന്ത്യയും ലോകവും ഈ കാര്യത്തിൽ മുന്നോട്ട് വച്ചിട്ടുള്ളത്. ഇപ്പോൾ അതാകെ തള്ളിക്കൊണ്ടുപോകുന്ന നിലയാണ് ഈ വിഭാഗം നമ്മുടെ രാജ്യത്തിലെ ഭരണാധികാരികൾ സ്വീകരിക്കുന്നത് എന്നത് നാം കാണേണ്ടതായിട്ടുണ്ട്. ഇത് ഞങ്ങൾ പറയുമ്പോൾ അത് ഏതെങ്കിലും തരത്തിലുള്ള ഏതെങ്കിലും ഒരു വിഭാഗത്തെ പ്രീണിപ്പിക്കലായിട്ട് കാണേണ്ടതായിട്ടില്ല. ഇന്നത്തെ ലോകവുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്ത് RSS നേതൃത്വത്തിൽ BJP ഗവൺമെന്റ് സ്വീകരിക്കുന്ന തെറ്റായ നടപടിയെ തുറന്നു കാണിക്കൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണെന്നാണ് ഞങ്ങൾ കാണുന്നത്. അത് നമ്മുടെ രാജ്യത്തിനാകെ ചെയ്യാൻ സാധിക്കണം. ഇത് രാജ്യത്തിൻ്റെ നയമല്ല, സംഘപരിവാറിന്റെ നയമാണ്. സിയോണിസ്റ്റുകളുമായി ഇരട്ട സഹോദരങ്ങളെ പോലെ നീങ്ങുന്നവരാണ് RSS. അതിൻ്റെ ഭാഗമായി അവരെ പൂർണ്ണമായി പിന്താങ്ങുന്ന നില വരികയാണ്. മറ്റു വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഇതെല്ലാം ഒരു നയത്തിൻ്റെ ഭാഗമാണ്. നേരത്തെ ഹിറ്റ്ലർ ജൂതരെ ആക്രമിച്ചപ്പോൾ ആ ആക്രമണ രീതിയെ അനുകരണീയമായ മാതൃക എന്നായിരുന്നു RSS കണ്ടിരുന്നത്. കാരണം ജർമ്മനിയുടെ ആഭ്യന്തര പ്രശ്നം പരിഹരിക്കാൻ ഹിറ്റ്ലർ സ്വീകരിച്ച മാർഗം ഭാരതത്തിനും അനുകരിക്കാവുന്നതാണ് എന്നാണ് നേരത്തെ സംഘപരിവാർ കണ്ടുവച്ചിട്ടുള്ളത്. അവരുടെ തലതൊട്ടപ്പന്മാർ തന്നെ അതെല്ലാം രേഖപ്പെടുത്തിയും വെച്ചിട്ടുണ്ട്. അതേ നയം അത് വംശഹത്യയായിരുന്നു. ഇവിടെയും മറ്റൊരു രീതിയിലുള്ള വംശഹത്യ. അന്ന് വംശഹത്യക്കിരയായവരാണ് ഇപ്പോ വംശഹത്യക്ക് നേതൃത്വം കൊടുക്കുന്നത് എന്നത് ചരിത്രത്തിന്റെ ദൗർഭാഗ്യകരമായൊരു അവസ്ഥാന്തരമാണ്. അതാണ് നാം കാണേണ്ടത്. അത് സംഭവിച്ചെങ്കിലും RSSന് സംഘപരിവാറിന് ഈ
നിലപാടിനോട് പൂർണ്ണ യോജിപ്പാണ്. ആഭ്യന്തര പ്രശ്നം ഇങ്ങനെയാണ് പരിഹരിക്കേണ്ടത് എന്നാണ് അവർ കാണുന്നത്. അതിലൂടെ അവരെന്താണ് ലക്ഷ്യം വെക്കുന്നത് എന്നത് നമുക്കേവർക്കും അറിയാവുന്നതാണ്. ഇപ്പോൾ അമേരിക്കയുമായി കൂടുതൽ കൂടുതൽ സഹകരിച്ചുകൊണ്ട് ലോകരംഗത്ത് അമേരിക്കയുടെ ഏറ്റവും വലിയ പിണിയാളായി പ്രവർത്തിക്കാനാണ് ഇന്ത്യ ഗവൺമെൻറ് നടപടികൾ സ്വീകരിച്ചു പോകുന്നത്. നമ്മുടെ രാജ്യത്തെ ചില പ്രധാന പ്രതിപക്ഷ കക്ഷികളും അമേരിക്കയിലെത്തി അമേരിക്കയുടെ നിലപാടിനെ പിന്താങ്ങും വിധത്തിൽ ചിലർക്കെതിരെ സംസാരിക്കുന്നതും ഈ ഘട്ടത്തിൽ നാം കാണുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ സാമ്രാജ്യത്വ വിരുദ്ധ നിലപാട്, രാജ്യത്തിൻ്റെ താൽപ്പര്യങ്ങളെ ഹനിക്കുന്ന സാമ്രാജ്യ നിലപാടുകളെ തുറന്നു കാണിക്കുന്ന സമീപനം സ്വീകരിച്ചു പോകാൻ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തെ ഗവൺമെൻറ് ഇപ്പോൾ ജനങ്ങളുടെ കാര്യത്തിൽ അങ്ങേയറ്റം ദ്രോഹകരമായ നടപടികൾ സ്വീകരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. എല്ലാ തരത്തിലും ജനങ്ങൾക്ക് കൂടുതൽ കൂടുതൽ ഭാരം അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതിൻ്റെ ഭാഗമായി ഏറ്റവും അധികം പ്രയാസം അനുഭവിക്കുന്ന കാർഷിക രംഗം, ആ കാർഷിക രംഗത്തെ സഹായിക്കാനും പിന്താങ്ങാനും ഉള്ള നടപടികളല്ല കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. അവർ കൂടുതൽ കൂടുതൽ ഭാരം കർഷകരുടെ പെടലിക്കടിച്ചേൽപ്പിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ഈ കഴിഞ്ഞ ബജറ്റ് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും, കർഷകർക്ക് കൃഷി ചെയ്യുമ്പോൾ ഒഴിച്ചുകൂടാത്തതാണല്ലോ വളം. ആ വളത്തിൻ്റെ കാര്യത്തിൽ വലിയ തോതിലുള്ള ഭാരം കർഷകർക്ക് അടിച്ചേൽപ്പിക്കുന്ന നിലയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 25,000 കോടി രൂപയുടെ സബ്സിഡി കട്ട് ചെയ്യുന്ന നില സ്വീകരിച്ചിരിക്കുന്നു ഇന്ത്യ ഗവൺമെന്റ്. അത് വളത്തിന്റെ വില വർദ്ധിപ്പിക്കാനാണിയാവുക. 25,000 കോടിയോളം രൂപ, കൃത്യമായി പറഞ്ഞാൽ 24,894 കോടി. ഇതാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ സമീപനം. ഒരു ഭാഗത്ത് കർഷകർ നേരിടുന്ന പ്രക്ഷോഭത്തിന്റെ കർഷകർ നേരിടുന്ന പ്രശ്നങ്ങളുടെ ഭാഗമായി ഉയരുന്ന പ്രക്ഷോഭങ്ങൾ, അതൊന്നും കണ്ട ഭാവമേ നടിക്കുന്നില്ല. കൂടുതൽ ദ്രോഹകരമായ നിലപാടുകളാണ് സ്വീകരിച്ചു പോകുന്നത്. നമ്മുടെ രാജ്യം ഏറ്റവും കൂടുതൽ ദരിദ്രരുള്ള രാജ്യം. ലോകത്തെ ദരിദ്ര പട്ടികയെടുത്താൽ നാം വലിയ തോതിൽ ദരിദ്രരുള്ള ഒരു രാജ്യമാണ്. അത് താഴോട്ട് പോവുകയാണ്. ദരിദ്രരുടെ എണ്ണം കുറയുകയല്ല, കൂടിക്കൂടി വരികയാണ്. അങ്ങനെയുള്ളൊരു നാട്ടിൽ ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തൽ ഏറ്റവും പ്രധാനമാണ്. എന്നാൽ ഭക്ഷ്യ സബ്സിഡിയുടെ കാര്യത്തിൽ 7,000-ൽ പരം കോടി രൂപ ഈ കഴിഞ്ഞ ബജറ്റിൽ ഇല്ലാതാക്കിയിരിക്കുന്നു. അത് വേണ്ടെന്ന് വെച്ചിരിക്കുന്നു. നേരത്തെ ഉള്ളതിൽ കുറവ് വരുത്തിയിരിക്കുന്നു. ഇതാണ് ഇന്ത്യ ഗവൺമെന്റ് സമീപനം. പാവപ്പെട്ടവരെ കാണുന്നില്ല, ദരിദ്രരുടെ എണ്ണം പെരുകിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ലോകത്തെ ദരിദ്രരുടെ എണ്ണം കണക്കാക്കി രാജ്യങ്ങളെ എടുക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞാൽ പിന്നെ വളരെ ചുരുക്കം വിരലിലെണ്ണാവുന്ന രാജ്യങ്ങൾ മാത്രമേ ലോകത്തുള്ളൂ. ബാക്കിയെല്ലാം നമ്മുടെ മേലെയാണ്. നമ്മൾ പുറകോട്ട് പോകുന്നു.
ഇവിടെ തൊഴിലുറപ്പ് പദ്ധതി, ആ തൊഴിലുറപ്പ് പദ്ധതി എങ്ങനെ ഇല്ലാതാക്കാൻ പറ്റുമെന്നതാണ് കേന്ദ്ര ഗവൺമെന്റ് എല്ലാ കാലത്തും നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് ഈ ഘട്ടത്തിൽ കഴിഞ്ഞ വർഷം തൊഴിലുറപ്പ് പദ്ധതിക്ക് ചെലവഴിച്ച തുകയിൽ നിന്ന് കുറവ് വരുത്തിയിരിക്കുന്ന ഈ വർഷം 86,000 കോടി രൂപയാണ്. ഇതാണ് കേന്ദ്ര ഗവൺമെന്റ് സമീപനം. അവർക്ക് ഏതാനും കോർപ്പറേറ്റുകൾ മതി. ആ സമ്പന്നരെ കൂടുതൽ സമ്പന്നരാക്കുക, പാവപ്പെട്ടവരെ കൂടുതൽ പാപ്പരീകരിക്കുക. ഇതാണ് സ്വീകരിച്ചു പോകുന്ന നയം എന്നത് കാണേണ്ടതായിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി ഒരു ഭാഗത്ത് തൊഴിലില്ലായ്മ വല്ലാതെ പെരുകുകയാണ്. നമ്മുടെ രാജ്യം യുവാക്കള് വല്ലാത്ത നിരാശരായി മാറുന്നു. തൊഴിലില്ലാത്തവരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. സ്ത്രീകൾ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ നേരിടുന്ന രാജ്യം, ആ നിലയിലേക്ക് ഇന്ത്യ മാറുന്നു. എങ്ങനെ രാജ്യത്തിന് പുരോഗതി ഉണ്ടാവും? ഇവിടെ തൊഴിൽ നൽകേണ്ട സ്ഥാപനങ്ങളിൽ തൊഴിൽ നൽകാത്ത സമീപനമാണല്ലോ സ്വീകരിക്കുന്നത്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ തൊഴിൽ വെട്ടിക്കുറക്കുകയാണല്ലോ. ലക്ഷക്കണക്കിലല്ലേ തൊഴിലില്ലാത്ത തസ്തികകള് നികത്താതെ ഇരിക്കുന്നത്. എല്ലാ മേഖലയും, റെയിൽവേ അടക്കമുള്ള, BSNL അടക്കമുള്ള ഒരുപാട് പൊതുമേഖലാ സ്ഥാപനങ്ങൾ നമ്മുടെ രാജ്യത്തിലെ യുവജനങ്ങൾ തൊഴിൽ ആഗ്രഹിക്കുന്നു. അവർക്ക് തൊഴിൽ കൊടുക്കാൻ കഴിയുന്നില്ല. തൊഴിൽ കൊടുക്കാൻ കേന്ദ്ര ഗവൺമെന്റ് സന്നദ്ധമല്ല. സ്ഥിരം തൊഴിലെന്നത് തന്നെ ഇല്ലാതാക്കുന്നു. കരാർ തൊഴിൽ എന്നിടത്തേക്ക് കാര്യങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഒരു പുതിയ അന്തരീക്ഷം രാജ്യത്താകെ ഉണ്ടാക്കാൻ നോക്കുകയാണ്. ഇതല്ലേ വസ്തുത? ഇത് അതീവ ഗുരുതരമായ അവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യത്തെയും ജനങ്ങളുടെ പൊതുവായ നിലയെയും തള്ളിയിടുകയാണ് എന്നത് നാം കാണണം. ഇതെല്ലാം അനുഭവിക്കുന്ന ജനങ്ങൾ സ്വാഭാവികമായും അസംതൃപ്തരാകുമല്ലോ. നിങ്ങൾ ഏത് അസംതൃപ്തി നേരിട്ടാലും ആ അസംതൃപ്തിയെല്ലാം പരിഹരിക്കാനുള്ള ഒറ്റമൂലി ഞങ്ങളുടെ കയ്യിലുണ്ട് എന്നുള്ളതാണ് സംഘപരിവാറിന്റെയും BJP ഗവൺമെന്റിന്റെയും ആശ്വാസം. ആ ഒറ്റമൂലി അവരെടുത്ത് പ്രയോഗിക്കുന്നു. ഒരറപ്പുമില്ലാതെ രാജ്യത്താകെ അത് ഉപയോഗിക്കുകയാണ്. അതാണ് വർഗീയ വിഭജനം, വർഗീയ കാർഡ് ഇറക്കി കളിക്കൽ, ജനങ്ങളെ വർഗീയമായി ചേരിതിരിക്കൽ. എത്ര നികൃഷ്ടമായ രീതിയിലാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമ്മളൊരു പരിഷ്കൃത ലോകത്ത് ജീവിക്കുന്നവരാണെന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയിലല്ലേ കാര്യങ്ങൾ നീക്കുന്നത്. പച്ചയായി വർഗീയത പ്രചരിപ്പിക്കുക, പച്ചയായി ഒരു കൂട്ടം മനുഷ്യർക്ക് എതിരായ നിലപാട് സ്വീകരിക്കുക, വർഗീയത അടിസ്ഥാനത്തിലുള്ള നിലപാട് സ്വീകരിക്കുക, മതാടിസ്ഥാനത്തിൽ ചിലരെ അങ്ങേയറ്റം മോശക്കാരായി ചിത്രീകരിക്കുക. ഇതെല്ലാം ഇവിടെ നടക്കുകയല്ലേ. എന്തെല്ലാം സംഭവങ്ങൾ. ആകെ സംഭവങ്ങളിലേക്കൊന്നും ഇപ്പൊ കടന്നു പോകുന്നില്ല. പക്ഷെ കുറച്ചു മുൻപ് ഒരു കാര്യത്തിൽ സുപ്രീം കോടതി ഇടപെട്ടത് നാം കണ്ടില്ലേ. നമ്മുടെ രാജ്യത്തെ ഒരു പ്രധാന തീർത്ഥാടന ഇതാണല്ലോ കാർവാർ യാത്ര. ആ കാൻവാർ യാത്രയില് എന്താ കണ്ടത്? 2 സംസ്ഥാനങ്ങള്, UPയും ഉത്തരാഖണ്ഡും ഒരേ രീതിയിലുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുകയാണ്. ഈ തീർത്ഥാടകര് പോകുന്ന വഴി, യാത്രക്കാർ പോകുന്ന വഴി, ആ വഴിയിലുള്ള കച്ചവടക്കാര്, ആ വഴിയിലുള്ള തെരുവ് വാണിഭക്കാര്, അവരെല്ലാം അവരുടെ പേര് പ്രദർശിപ്പിച്ചിരിക്കണം. എന്താ ആ പേര് പ്രദർശിപ്പിക്കണം എന്ന് പറഞ്ഞതിന്റെ പിന്നിൽ?
പ്രത്യേക മതലക്ഷ്യമായിരുന്നു. ഒരു പ്രത്യേക മതവിഭാഗത്തിലുള്ളവരെ പ്രത്യേകമായി തിരിച്ചറിയാനുള്ള ശ്രമമായിരുന്നു. നിർഭാഗ്യവശാൽ അത് മുസ്ലിം വിരുദ്ധതയുടെ ഭാഗമായി സ്വീകരിച്ച നിലപാടായിരുന്നു. മുസ്ലിം വിഭാഗത്തെ ഒറ്റപ്പെടുത്താനുള്ള നീക്കമായിരുന്നു അത്. സുപ്രീം കോടതി അതിലിടപെട്ടു. ശരിയല്ലാത്ത നിലപാടാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അത് സ്റ്റേ ചെയ്യുന്ന നിലയെടുത്തു. എന്തെല്ലാം ചിലയിടങ്ങളിൽ നടക്കുന്നു. ഉത്തരാഖണ്ഡിലെ മുസ്ലിം കച്ചവടക്കാരെ ബഹിഷ്കരിക്കാനുള്ള ആഹ്വാനം വന്നു പരസ്യമായിട്ട്. മുസ്ലിം കച്ചവടക്കാരെന്ന് പറയുന്നത് ഇന്നലെ അവിടെ വന്നവരല്ല. അവിടെ താമസിക്കുന്ന മറ്റുള്ളവരെ പോലെ തന്നെ കാലാകാലമായി അവിടെ കഴിയുന്നവരാണ്. ആ മണ്ണിന്റെ മക്കളാണ്. അവരെയാണ് ബഹിഷ്കരിക്കാനുള്ള ആഹ്വാനം ഒരു ഗവൺമെന്റിന്റെ ഭാഗത്ത് വരുന്നത്. എവിടത്തേക്കാണ് നമ്മുടെ രാജ്യം പോകുന്നത്? അവിടെ ചില വില്ലേജുകളുടെ അതിർത്തിയിൽ ഒരു ബോർഡ്, നമ്മുടെ നാട്ടിലെ വില്ലേജ് പോലെയല്ലോ, നമ്മുടെ പ്രത്യേക അതിർത്തി ഇല്ലാലോ. ഇങ്ങനെ പോകുമ്പോൾ നമ്മുടെ അതിർത്തി പറയുന്നില്ലേ ഉള്ളൂ. എന്നാൽ വില്ലേജുകളെല്ലാം ഒറ്റപ്പെട്ട് കിടക്കുന്നതാണല്ലോ വടക്കേ ഇന്ത്യയിൽ. ആ വില്ലേജ് അതിർത്തിയിൽ ബോർഡ് എന്താണ്? മുസ്ലിമിന് പ്രവേശനമില്ല. ഈ രാജ്യത്തുള്ള കാര്യമാണിത്. ഉത്തരാഖണ്ഡ് എന്ന സംസ്ഥാനത്തിൽ നടപ്പാക്കുന്ന കാര്യമാണിത്. എങ്ങോട്ടാണ് നമ്മുടെ രാജ്യത്തെ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്? ആസാം. എന്താ അവിടുത്തെ സംഘപരിവാറും BJP ഗവൺമെന്റും പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മൾ സ്ഥലം വിൽക്കുമല്ലോ. സ്ഥലം വിൽക്കുമ്പോ ഹിന്ദുവും മുസ്ലിമും സ്ഥലം വിൽക്കാനോ വാങ്ങാനോ പാടില്ല. അതായത് ഹിന്ദുവിൽ നിന്ന് മുസ്ലിം വാങ്ങാൻ പാടില്ല, മുസ്ലിമിൽ നിന്ന് ഹിന്ദുവും വാങ്ങാൻ പാടില്ല, വിൽക്കാനും പാടില്ല. അങ്ങനെ വിറ്റാൽ അതിന്റെ പേര് ലാൻഡ് ജിഹാദ്. പല ജിഹാദ് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. പുതിയ പേരവിടെ വന്നു, ലാൻഡ് ജിഹാദ്, ഭൂജിഹാദ്, ഭൂമി ജിഹാദ്, ലാൻഡ് ജിഹാദ്. എന്നിട്ട് അവർ ആലോചിക്കുന്ന കാര്യം, ഇത്തരം കൈമാറ്റം നടക്കണമെങ്കിൽ മുഖ്യമന്ത്രിയുടെ അനുമതി വാങ്ങിയിരിക്കണം. എവിടത്തേക്കാണ് നമ്മുടെ രാജ്യത്തെ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്? എന്താണ് സംഘപരിവാറിന്റെ ഉദ്ദേശം? ഇതാണ് നാം കാണേണ്ടത്. ഇവിടെ മിശ്രവിവാഹിതര് അവരേത് ഗണത്തിലാ? നമ്മളിവിടെ കേൾക്കുന്ന പേര് തന്നെ ലവ് ജിഹാദ്. അപ്പൊ മിശ്രവിവാഹിതര് ലവ് ജിഹാദിൽപ്പെട്ടവരാണ്. അവർക്ക് ജീവപര്യന്തം തടവ് വരെ നൽകാനാണ് പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു സംസ്ഥാനത്ത് പരിഗണിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണിത്. സംഘപരിവാറിന്റെ നിലപാട് എവിടങ്ങളിലേക്ക് നീങ്ങുന്നുവെന്നാണ് ഇതെല്ലാം കാണിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ആസാമിന്റെ മുഖ്യമന്ത്രി സംഘപരിവാറിന്റെ നയം അതിതീഷ്ണമായി നടപ്പാക്കാൻ ശ്രമിക്കുകയാണ്. എല്ലാ അതിരുകളും ലംഘിച്ചുകൊണ്ടുള്ള പരസ്യ പ്രസ്താവനയാണ് നടത്തുന്നത്. അതില് അദ്ദേഹം പറയുന്നത്, അവരെല്ലാം ഈ മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് എല്ലാം ഔട്ട്സൈഡേഴ്സാണ്, ഇവിടെയുള്ളവരല്ല, പുറമേന്ന് വന്നവരാണ്. എന്താണിത്? എത്രമാത്രം വംശീയ വിരോധമുണ്ടാക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? എത്ര കടുത്ത വർഗീയ വിഷമാണ് ചീറ്റിക്കൊണ്ടിരിക്കുന്നത്?
ഒരു നാട്ടിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം സഹോദരങ്ങളെ നിങ്ങൾ ഈ നാട്ടുകാരല്ല, അന്യ നാട്ടുകാരാണ്, പുറം നാട്ടുകാരാണ് എന്ന് വിളിക്കലാണോ ഒരു മുഖ്യമന്ത്രി ചെയ്യേണ്ടത്? പരസ്യമായാണ് ആ ആക്ഷേപം ഉയർത്തിയത്. മാത്രമല്ല, മുസ്ലിമിനെ ഒരു നിയന്ത്രണവും ഏറ്റെടുക്കാൻ അനുവദിക്കില്ല എന്നും പരസ്യമായി പ്രഖ്യാപിക്കുന്ന നിലയുണ്ടായി. എന്താണ് ഉദ്ദേശം ഇതിന്റെയൊക്കെ? ഇത് ഏതാനും ചില ഉദാഹരണങ്ങൾ എടുത്തു കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഒരുപാട് ഉദാഹരണങ്ങൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇതുപോലുള്ളത് എടുത്തു കാണിക്കാനാവും. എല്ലാറ്റിലേക്കും ഇപ്പൊ കടക്കുന്നില്ല എന്ന് മാത്രം. എന്താണ് ഉദ്ദേശിക്കുന്നത്? എങ്ങോട്ടാണ് രാജ്യത്തെ നയിക്കാൻ നോക്കുന്നത്? ഈ കാര്യങ്ങൾ അതീവ ഗൗരവമായി കാണേണ്ടതായിട്ടുണ്ട്. മതനിരപേക്ഷത ശക്തമായി ഉയർത്തിപ്പിടിക്കാൻ സാധിക്കണം. മതനിരപേക്ഷതയുടെ ഭാഗമായി നിന്നുകൊണ്ട് വർഗീയതയെ കൃത്യമായി എതിർത്തു പോകാൻ സാധിക്കണം. ഇവിടെ ഇന്നത്തെ കാലത്ത് ഇതിനെല്ലാം മറ്റു രീതിയിൽ വക്രീകരിച്ച് തങ്ങളുടെ സ്വാധീനം ഉറപ്പിക്കാൻ സംഘപരിവാറും RSSും വലിയ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മുടെ മുന്നിലുള്ളതാണ്. അതിനുവേണ്ടി പല മാർഗങ്ങൾ അവർ സ്വീകരിക്കുന്നുണ്ട്. യഥാർത്ഥ മുഖങ്ങൾ ചിലയിടങ്ങളിലുണ്ട്. ആ യഥാർത്ഥ മുഖം എന്താണെന്ന് തിരിച്ചറിയലാണ് അവരെ കൃത്യമായി മനസ്സിലാക്കാനുള്ള വഴി. ഇപ്പോ പുതിയൊരു നയവുമായി വന്നിരിക്കുകയാണല്ലോ. നേരത്തെ തന്നെ പറയുന്നുണ്ടായിരുന്നു, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്, ഒറ്റ തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിലൂടെ കാര്യങ്ങളെല്ലാം നടക്കണം. എല്ലാ രാജ്യത്തെയും ആകെ തെരഞ്ഞെടുപ്പ്. നമ്മുടെ രാജ്യം എത്ര വ്യത്യസ്തമായ രാജ്യമാണ്. ഏതെല്ലാം തരത്തിലുള്ള വ്യത്യസ്തതകൾ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നു. വിവിധ സംസ്ഥാനങ്ങളുടെ പ്രത്യേകതകൾ. ഇപ്പൊ ഒരു തെരഞ്ഞെടുപ്പ് ഒരു സംസ്ഥാനത്ത് അവിടുത്തേതായ ചില പ്രത്യേക കാരണങ്ങളാൽ ചിലപ്പോൾ ആ ഗവൺമെന്റ് താഴെ പോയി എന്ന് വരുമല്ലോ. താഴെ പോയാൽ എന്താകും സ്ഥിതി? ഇപ്പോ ഒരു ഗവൺമെന്റ് 3 വർഷം പൂർത്തിയായി. അവിടെ ഗവൺമെന്റ് താഴെ പോകുന്നു. തെരഞ്ഞെടുപ്പ് നടക്കണ്ടേ? ഇപ്പൊ എന്താ പറയുന്നതെന്നറിയോ? തെരഞ്ഞെടുപ്പ് നടന്നാൽ ബാക്കിയുള്ള 2 വർഷത്തേക്കായിരിക്കും. ഒരു തെരഞ്ഞെടുപ്പ് ഭരണഘടന അനുസരിച്ച് 5 വർഷത്തേക്കാണ്. ഒരു ഗവൺമെന്റിന്റെ കാലാവധി 5 വർഷമാണ്. ആ 5 വർഷം എന്നത് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് 2 വർഷമാണെങ്കിൽ 2 വർഷം, 1 വർഷമാണെങ്കിൽ 1 വർഷം എന്ന രീതിയിൽ പരിമിതപ്പെടുത്തണം എന്നാണ് ഇപ്പൊ ഇതിന്റെ കൂടെ പറയുന്നത്. എങ്ങനെ സാധിക്കുമത്? രാജ്യത്തിന്റെ വൈവിധ്യം ഇല്ലാതാക്കുകയാണ് ചെയ്യുക. തീർത്തും അപ്രായോഗികമായ ഒരു കാര്യമാണിത്. മാത്രമല്ല, ഇത് നടപ്പാക്കുക എന്ന് പറയുമ്പോൾ ഭരണഘടനാ ഭേദഗതി ആവശ്യമായിട്ട് വരും. 15ഓളം ഭരണഘടനാ ഭേദഗതി വേണം. നിരവധി നിയമങ്ങൾ ഭേദഗതി ചെയ്യണം. ഇതിനെല്ലാം ആവശ്യമായ ഭൂരിപക്ഷം ഇന്നത്തെ BJP ഗവൺമെന്റിനുണ്ടോ? ഇല്ല എന്ന് എല്ലാവർക്കും അറിയാലോ. അവർക്കും അറിയാലോ. എങ്കിലും അത് രാജ്യത്തിന്റെ മുന്നിൽ ഒരു ചിത്രമായിട്ട് അവതരിപ്പിക്കുക എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്? എന്താണ് ഇന്നത്തെ പാർലമെന്ററി ജനാധിപത്യ വ്യവസ്ഥക്ക് വലിയ തോതിലുള്ള മാറ്റമുണ്ടാക്കുക, തങ്ങൾ ആഗ്രഹിക്കും വിധമുള്ള ഒരു സമ്പ്രദായത്തിലേക്ക് രാജ്യത്തെ മാറ്റാനുള്ള ശ്രമം നടത്തുക. സ്വാഭാവികമായും അതിനെതിരെ
ശക്തമായ അഭിപ്രായം വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ഉയരുമെന്ന് കാണേണ്ടതുണ്ട്. ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു നിർദ്ദേശമല്ല ഇത്. ഈ അടുത്ത കാലത്ത് നമ്മുടെ രാജ്യം വളരെ പ്രത്യേകതയാർന്ന ഒരു പ്രക്ഷോഭം കണ്ടു. അത് പടിഞ്ഞാറൻ ബംഗാളിലെ നിർഭാഗ്യവതിയായ ഒരു ചെറുപ്പക്കാരി ആർജിക്കാർ മെഡിക്കൽ കോളേജിൽ അവിടുത്തെ ആ ഹോസ്പിറ്റലിനകത്ത്, ആ കോളേജിനകത്ത് അതിക്രൂരമായ ബലാത്സംഗത്തിനിരയായി കൊല ചെയ്യപ്പെട്ട സംഭവമാണ്. ആ സംഭവത്തെ തുടർന്ന് ബംഗാൾ മാത്രമല്ല, രാജ്യം തന്നെ വലിയ തോതിലുള്ള പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുന്ന അവസ്ഥ വന്നു. പടിഞ്ഞാറൻ ബംഗാൾ പറയുന്നത് അവരൊരുപാട് പ്രക്ഷോഭങ്ങൾ കണ്ടവരാണ്. പക്ഷെ ഇതേവരെ കാണാത്ത രീതിയിലുള്ള ആബാലവൃദ്ധം ജനങ്ങൾ അണിനിരന്നുകൊണ്ടുള്ള പ്രക്ഷോഭമാണ് അവിടെ നടന്നത്. നമ്മുടെ രാജ്യത്ത് സ്ത്രീകളും കുട്ടികളും സംരക്ഷിക്കപ്പെടുക എന്നത് ഏറ്റവും പ്രധാനമാണ്. സ്ത്രീകളുടെയും കുട്ടികളുടെയും നേരെ വ്യാപകമായ ആക്രമണം ഇന്ത്യയിൽ പലയിടങ്ങളിലും തുറന്നു വരുന്നു എന്നതാണ് നാം കാണേണ്ടത്. ഇതിന്റെ ഭാഗമായുള്ള ഒട്ടേറെ അസംതൃപ്തി നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിലനിൽക്കുന്നുണ്ട്. അതിലൂടെ ഇത്തരമൊരു സംഭവം വന്നപ്പോൾ അതാകെ കൂടി സ്ഫോടനാത്മകമായ രീതിയിൽ പ്രകടിതമാവുകയാണ് ഉണ്ടായത്. ഇത്തരം സംഭവങ്ങൾക്ക് നേരെ കർക്കശമായ നടപടികൾ സ്വീകരിച്ചു പോകേണ്ടതായിട്ടുണ്ട്. അത് സ്വീകരിക്കാത്ത ഭരണാധികാരികൾക്കെതിരെയുള്ള മുന്നറിയിപ്പായിട്ട് കൂടിയാണ് ഈ പ്രക്ഷോഭത്തെ നാം കാണേണ്ടത്. നമ്മുടെ രാജ്യത്ത് ഉയർന്നു വന്ന ചില പ്രശ്നങ്ങൾ ഈ ഘട്ടത്തിൽ പറഞ്ഞു പോയില്ലെങ്കിൽ ശരിയാവില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ കാര്യങ്ങൾ പറയേണ്ടി വന്നത്. എന്നാൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാമെന്നാണ് തോന്നുന്നത്. ഇപ്പോ ഇന്ന് നമ്മുടെ നാട്ടിൽ വലിയൊരു പ്രചരണ കോലാഹലം ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് വരികയുണ്ടായി. അത് ഹിന്ദു പത്രം ഞാൻ ഡൽഹിയിലുള്ളപ്പോൾ എൻ്റെ ഒരു ഇൻ്റർവ്യൂ എടുത്തിരുന്നു. ആ ഇൻ്റർവ്യൂവിൽ ഞാൻ പറയാത്തൊരു ഭാഗം അവരുടെ ഭാഗത്ത് നിന്ന് കൊടുക്കുന്ന നില വന്നു. അപ്പം അത് വന്നപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഹിന്ദു നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട ഒരു മാധ്യമമാണല്ലോ, മാധ്യമധർമ്മം കൃത്യമായി പാലിച്ചു പോകുന്ന ഒരു മാധ്യമവുമാണ്. അപ്പോൾ അവർക്ക് എന്താണ് ഇങ്ങനെ സംഭവിക്കാനിടയായത്, നിങ്ങൾ തന്നെ അത് പരിശോധിച്ച് ആവശ്യമായ വിശദീകരണം നൽകണം എന്ന് ഓഫീസിൽ നിന്ന് അവരെ ബന്ധപ്പെട്ട് അറിയിച്ചത്. ഞാൻ മനസ്സിലാക്കുന്നത് ഇതിനകം അവരുടെ വിശദീകരണം വന്നു കഴിഞ്ഞു എന്നാണ്. കൃത്യമായി ഞാനത് കണ്ടിട്ടില്ല. എങ്കിലും ഞങ്ങൾക്കൊരു വീഴ്ച പറ്റിയതാണ് എന്നവർ സമ്മതിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ നമ്മുടെ സംസ്ഥാനത്തെ
ഏതെങ്കിലും ഒരു ജില്ലയെയോ ഏതെങ്കിലും ഒരു മതവിഭാഗത്തെയോ പ്രത്യേകമായി കുറ്റപ്പെടുത്തുന്ന ഒരു സമീപനം എൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. ഞാനീ മാധ്യമങ്ങളെ കാണുന്നതും ഇതുപോലുള്ള പൊതുവേദികൾ സംസാരിക്കുന്നതും വിരളമായിട്ടല്ലല്ലോ, ദീർഘകാലമായി തുറന്നു വരുന്നൊരു കാര്യമാണല്ലോ. ആ തുറന്നു വരുന്നതിനൊരു രീതിയുണ്ടല്ലോ. ആ രീതിക്കകത്ത് ഏതെങ്കിലും ഘട്ടത്തിൽ ഒരു പ്രത്യേക പ്രദേശത്തിനെതിരെയോ പ്രത്യേക ജില്ലക്കെതിരെയോ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്ന ജനങ്ങളിൽ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിനെതിരെയോ എൻ്റെ ഭാഗത്ത് നിന്ന് പരാമർശങ്ങൾ ഉണ്ടാകാറില്ല എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അതെല്ലാം പൊതുവെ അംഗീകരിക്കപ്പെട്ട വസ്തുതയും യാഥാർത്ഥ്യവുമാണല്ലോ. എന്നാൽ ചില കാര്യങ്ങളിൽ വിയോജിപ്പ് പറയാറുണ്ട്. അത് തെറ്റായ കാര്യങ്ങൾക്കെതിരെ. ഇപ്പോൾ വർഗീയ ശക്തികൾ, വർഗീയത, അതിന് ശക്തമായി തന്നെ എല്ലാ ഘട്ടത്തിലും വിയോജിപ്പുകൾ രേഖപ്പെടുത്താറുണ്ട്. വർഗീയ ശക്തികളെ തുറന്നെതിർക്കാറുമുണ്ട്. ആ വർഗീയ ശക്തി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗമല്ലല്ലോ. ഇതെല്ലാം എത്രയോ തവണ വ്യക്തമാക്കപ്പെട്ട കാര്യമാണല്ലോ. ഇന്ത്യയിലെ ഏറ്റവും വലിയ വർഗീയ നിലപാട് സ്വീകരിക്കുന്ന RSS അവരെ എതിർക്കാറുണ്ട്. അതിൻ്റെ അർത്ഥം ഹിന്ദുക്കളെ ആകെ എതിർക്കുന്നു എന്നാണോ? അപ്പോൾ ഭൂരിപക്ഷ വർഗീയതയെ ആ വർഗീയത എന്ന നിലക്ക് എതിർക്കുന്നു. ന്യൂനപക്ഷ വർഗീയതയുണ്ട് നമ്മുടെ നാട്ടിൽ, നമ്മുടെ രാജ്യത്തുണ്ട്. ന്യൂനപക്ഷ വർഗീയതയെ ഞങ്ങൾ എതിർക്കുന്നു. ന്യൂനപക്ഷ വർഗീയത എതിർക്കുന്നത് ഏതെങ്കിലും ന്യൂനപക്ഷ വിഭാഗത്തെ എതിർക്കലാണോ? അങ്ങനെ ഏതെങ്കിലും ഘട്ടത്തിൽ കാണാൻ കഴിയുമോ? അപ്പോൾ നമ്മുടെ രാജ്യത്ത് ഭൂരിപക്ഷ വിഭാഗമായാലും ന്യൂനപക്ഷ വിഭാഗമായാലും അവയിലെല്ലാമുള്ള മഹാഭൂരിപക്ഷം ആളുകൾ മതനിരപേക്ഷമായി ചിന്തിക്കുന്നവരാണ്. അവർ വർഗീയതക്കടിപ്പെട്ടവരല്ല. വർഗീയതക്കടിപ്പെട്ടവർ ചെറു ന്യൂനപക്ഷമാണ്. ആ വിഭാഗത്തെ ഒറ്റപ്പെടുത്തണമെന്നതാണ് എല്ലാ കാലത്തും സ്വീകരിച്ചു വരുന്ന നിലപാട്. ഇവിടെ സർക്കാരുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഇടക്ക് ഒരു സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വന്നു. അതിൽ വിമാനത്താവളങ്ങൾ വഴിയുള്ള സ്വർണ്ണക്കടത്ത്. നമ്മൾ കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളം, കോഴിക്കോട് വിമാനത്താവളം എന്നാണ് പേരെങ്കിലും അത് കരിപ്പൂരിലാണല്ലോ, മലപ്പുറം ജില്ലയിലാണല്ലോ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ആ എയർപോർട്ട് വഴിയുള്ള സ്വർണ്ണക്കടത്ത് മലപ്പുറം ജില്ലയിലുള്ള കേസായിട്ടാണ് രേഖപ്പെടുത്തുക. അതാ ജില്ലക്കെതിരായുള്ള കാര്യമല്ലല്ലോ. ആ എയർപോർട്ട് വഴി നടക്കുന്ന സ്വർണ്ണക്കടത്തിന്റെ കാര്യം പറയുമ്പോൾ അതാണല്ലോ കണക്കുകൾ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞൊരു പത്രസമ്മേളനത്തിൽ ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കേണ്ട അവസ്ഥ വന്നു. ഞാനത് കൃത്യമായി അവതരിപ്പിക്കുകയും ചെയ്തു. 2020 മുതലുള്ള സ്വർണ്ണക്കടത്ത്, അതിൻ്റെ കണക്ക് പരിശോധിച്ചാൽ കേരളത്തിൽ ആകെ പിടിക്കപ്പെട്ടത് 147 കിലോഗ്രാമിലധികം സ്വർണ്ണമാണ്. കൃത്യമായി പറഞ്ഞാൽ 147.79 കിലോഗ്രാം. ഈ 147 കിലോഗ്രാം സ്വർണത്തിൽ 124 കിലോഗ്രാമും കരിപ്പൂർ വിമാനത്താവളവുമായി ബന്ധപ്പെട്ടാണ് പിടിക്കപ്പെട്ടത്. കരിപ്പൂരിലെ കൃത്യമായ കണക്ക് പറഞ്ഞാൽ 124.47 കിലോഗ്രാം. അപ്പോൾ സ്വാഭാവികമായും അത് വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന
ജില്ല എന്ന നിലക്ക് ജില്ലകൾ തിരിച്ചു പറയുമ്പോൾ മലപ്പുറം ജില്ലയുടെ കണക്കിൽ വരും. 2020-ലും 2021-ലും കോവിഡ് കാലമായിരുന്നു. വിദേശ ഫ്ലൈറ്റുകൾ വളരെ കുറവായിരുന്നു. അതുകൊണ്ട് അതിൻ്റേതായ കുറവുണ്ടായിരുന്നു. 22-ല് കരിപ്പൂരിൽ പിടിച്ചത് 73.31 കിലോയുടെ സ്വർണമാണ്. അതായത് 37,96,68,795 രൂപയുടെ സ്വർണം പിടികൂടിയിട്ടുണ്ട് 22-ൽ. ഇവിടെ 2023-ല് 40 കേസുകൾ 32.81 കിലോഗ്രാം സ്വർണം പിടികൂടി. 19 കോടിയിൽ പരം രൂപയുടെ സ്വർണമാണ് പിടികൂടിയത്. 2024-ല് 26 കേസുകൾ, അവിടെ 17 കിലോഗ്രാമിലധികം സ്വർണം, 11,62,00,000 രൂപയുടെ സ്വർണ്ണമാണ്. അപ്പോൾ ആകെ 156 കേസുകൾ, അതിൽ 123.99 കിലോഗ്രാം സ്വർണം. ഇതാണ് മൊത്തം പിടികൂടി. 68,81,00,000 രൂപയിലധികം വരും ഈ പണം. ഇതാണ് സ്വർണത്തിന്റെ കണക്ക്. ഇതാണ് വേർതിരിച്ച് പറഞ്ഞത്. ഇത് സംസ്ഥാനത്ത് പിടികൂടിയ സ്വർണത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ളതാണ് എന്നുള്ളത് വസ്തുതയാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഹവാല പണം പിടിച്ചതിൻ്റെ കണക്കും പറഞ്ഞു. അതിൽ 122 കോടി രൂപ മൊത്തം സംസ്ഥാനത്ത്. ആ 122 കോടി രൂപയിൽ 87 കോടി രൂപ മലപ്പുറം ജില്ലയിൽ നിന്നാണ് പിടികൂടിയത്. ഇതൊരു കണക്കാണല്ലോ, പിടികൂടിയ കണക്കാണല്ലോ പറയുന്നത്. അതിൻ്റെയും ഇനം തിരിച്ച വർഷം തിരിച്ച കണക്കുകളൊക്കെ പറയാൻ സാധിക്കും. ഇവിടെ നാം കാണേണ്ടത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ സ്വർണ്ണക്കടത്ത്, ഹവാല പണം, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നാടിൻ്റെ പൊതുവായ അവബോധത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണല്ലോ ഉദ്ദേശിക്കുന്നത്. തെറ്റായ ചില ചിത്രീകരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ അതിൻ്റെ വസ്തുത എന്താണെന്ന് പറയുന്നതിന് കഴിഞ്ഞൊരു പത്രസമ്മേളനത്തിൽ കുറേ സമയം ചെലവഴിക്കേണ്ടി വന്നിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ അതിൽ കൂടുതൽ സമയം എടുക്കുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ച നടപടികൾ അതിനെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കാൻ ചിലർ ശ്രമിക്കുകയാണ്. ഇപ്പോൾ സ്വർണ്ണ കള്ളക്കടത്തുകാർ, ഹവാല ഇടപാടുകാർ, അവരെ പിടികൂടുമ്പോൾ എന്തിനാണ് ചിലർക്ക് പൊള്ളുന്നത്? അത് മനസ്സിലാക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. നമ്മുടെ രാജ്യത്ത് നടക്കാൻ പാടില്ലാത്തൊരു കാര്യമാണല്ലോ. ആ നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ നടക്കുമ്പോൾ അതിനെതിരെയുള്ള നിയമ സംവിധാനം ഉണർന്ന് പ്രവർത്തിക്കണ്ടേ? നിയമ സംവിധാനത്തിന്റെ പ്രവർത്തനത്തിൽ എന്തെങ്കിലും വീഴ്ചയുണ്ടെങ്കിൽ അത് തിരുത്താനല്ലേ പറയേണ്ടത്? ഉന്നയിച്ച കാര്യങ്ങൾ ശരിയല്ലാത്തതുകൊണ്ടാണല്ലോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കേണ്ടി വന്നത്. ഇവിടെ ഇതിനൊന്നും എതിരായി പോലീസ് ഒരു നടപടിയും എടുക്കണ്ട എന്ന് ഇതുമായി ബന്ധപ്പെട്ട് വിമർശനം ഉന്നയിക്കുന്നവർ കരുതുന്നുണ്ടോ? എന്തിനാണ് അത്തരത്തിലുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്ന സ്ഥിതി സ്വീകരിക്കുന്നത്? ഒരു കാര്യം വ്യക്തമാണ്,
തെറ്റ് അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. തെറ്റായ നടപടികൾ സ്വാഭാവികമായും അംഗീകരിക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ആ കാര്യത്തിൽ ആവശ്യമായ നടപടികളുണ്ടാവും. ഇവിടെ സ്വർണം കടത്തുന്നതും ഹവാല പണം കൊണ്ടുപോകുന്നതും രാജ്യസ്നേഹപരമായ നടപടിയാണ്. അതിനു നേരെ പോലീസ് കണ്ണടക്കണം എന്നാർക്കെങ്കിലും പറയാനാവുമോ? പോലീസിൽ നിക്ഷിപ്തമായ അധികാരം ഉപയോഗിച്ചുള്ള നടപടികളാണ് അവർ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം നടപടികൾ സ്വാഭാവികമായും കൂടുതൽ ശക്തമായി തുടരുക എന്നത് തന്നെയാണ് ചെയ്യുക. ഇതുമായി ബന്ധപ്പെട്ട് ഈ അടുത്ത കാലത്ത് ചില കാര്യങ്ങൾ ഉന്നയിക്കാൻ ശ്രമിച്ചത് ഞാൻ കാണാതിരിക്കുന്നില്ല. ഇപ്പം ഞാൻ അതിനൊരു മറുപടി പറയാൻ ഈ വേദി ഉപയോഗിക്കുന്നില്ല. കാര്യങ്ങൾ വ്യക്തമാക്കി കഴിഞ്ഞതാണ്. എന്തോ പ്രത്യേകമായ ഉദ്ദേശത്തോടെ ഈ നാടിൻ്റെ ഇത്തരം സംവിധാനങ്ങളെ ആകെ തകിടം മറിക്കാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് കാണാൻ കഴിയും. ഇത് ശ്രദ്ധിച്ചാൽ ആർക്കു വേണ്ടിയാണ്, എന്താണ് അതിന് പിന്നിൽ, ആരാണ് പുറകിൽ എന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയും. അതിന് വലിയ പ്രയാസമുള്ള കാര്യമല്ല. പിന്നെ CPIM-ന് അതിൻ്റേതായ സംഘടനാ രീതിയുണ്ട് എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ പ്രത്യേകമായ ചട്ടക്കൂടിൽ ഒതുങ്ങി നിന്നാണ് CPIM പ്രവർത്തിച്ചു പോകുന്നത്. ചില പ്രത്യേക ബോധോദയത്തിൻ്റെ ഭാഗമായി വഴിയിൽ നിന്ന് വായിൽ തോന്നുന്നതെല്ലാം വിളിച്ചു കൂവിയാൽ, കുറേ ആക്ഷേപങ്ങൾ ചൊരിഞ്ഞാൽ അതിൻ്റെ ഭാഗമായി തീരുമാനങ്ങളെടുത്തു പോകുന്ന ഒരു പാർട്ടിയല്ല CPIM. CPIM-ന് എല്ലാ കാര്യത്തിലും നിയതമായ രീതികളുണ്ട്. അത് ഒരു തെറ്റും അംഗീകരിക്കാത്തൊരു പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ ആ പാർട്ടിയെ തെറ്റിലേക്ക് അങ്ങ് വലിച്ചിഴച്ച് കളയാം എന്നാരും തെറ്റിദ്ധരിക്കരുത്. അതാ രീതിയിൽ വലിച്ചിഴക്കാൻ കഴിയില്ല. ഇവിടെ ഗൂഢലക്ഷ്യം വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആ രീതിയിൽ നോക്കുന്നതാണ് നല്ലത്. ഇവിടെ കൃത്യമായ വർഗീയ അജണ്ടയുടെ ഭാഗമായുള്ള പുകമറ സൃഷ്ടിക്കാനുള്ള ഒരു ശ്രമം കാണുന്നുണ്ട്. അത് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ഒരു കാലത്തും അംഗീകരിക്കില്ല. ഏത് കൂട്ടരെയാണോ തൻ്റെ പക്ഷത്തേക്ക് അണിനിരത്താമെന്ന് ഇതിലൂടെ വ്യാമോഹിക്കുന്നത് ആ കൂട്ടർ തന്നെ ആദ്യം തള്ളിപ്പറയും എന്ന് കണ്ടോളണം. അതാണ് നമ്മുടെ നാട്. മലപ്പുറത്തെ മതനിരപേക്ഷ മനസ്സ് അത് എല്ലാവർക്കും കൃത്യമായി അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ ഒരു ഘട്ടത്തിലും ആ മതനിരപേക്ഷ മനസ്സിന് വല്ലാത്ത ഊനം നമ്മുടെ നാട്ടിലും വർഗീയ ശക്തികളുണ്ടല്ലോ, അവർക്കൊന്നും വരുത്താൻ കഴിഞ്ഞിട്ടില്ല എന്നത് നമ്മുടെ അനുഭവമാണ്. ആ മതനിരപേക്ഷ മനസ്സ് ദൃഢപ്പെടുത്താനുള്ള നീക്കമാണ് നാം നടത്തിക്കൊണ്ടിരിക്കേണ്ടത്. ഇവിടെ വർഗീയതയോട് സന്ധിയില്ലാത്ത പോരാട്ടമാണ് CPIM നടത്തുന്നത്. അത് ഭൂരിപക്ഷ വർഗീയതയോടെ ആയാലും ന്യൂനപക്ഷ വർഗീയതയോടായാലും. ഈ രണ്ട് വർഗീയതയും പരസ്പര പൂരകമായിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ രണ്ടിനോടും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് CPIM എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുള്ളത്. ഇവിടെ ഏതെങ്കിലും നമ്മുടെ നാട്ടിലെ വർഗീയ ശക്തികൾക്ക് കുറവില്ലാലോ. ആ ഏതെങ്കിലും ഒരു വർഗീയ ശക്തി പിന്നിലുണ്ടെന്ന് കരുതി
നാക്ക് വാടകയ്ക്ക് കൊടുത്ത് എന്തും വിളിച്ചു പറഞ്ഞു കളിയാം. അങ്ങനെ CPIM-നെയും അതിൻ്റെ നേതാക്കളെയും വർഗീയതയുടെ ആളുകളായി ചിത്രീകരിക്കാം എന്നൊക്കെ വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ വെറും വ്യാമോഹം മാത്രമായിരിക്കും. ഇവിടെ എന്തെല്ലാം നമ്മൾ കണ്ടതാണ് എന്നത് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഇവിടെ ഇപ്പോൾ വർഗീയതയോട് ഞങ്ങൾ സന്ധി ചെയ്യാത്തത് ആരെയെങ്കിലും തൃപ്തിപ്പെടുത്താൻ വേണ്ടിയല്ല. ഞങ്ങളുടെ പ്രതിബദ്ധമായ നിലപാടാണത്. ഞങ്ങളുടെ രാഷ്ട്രീയ പ്രതിബദ്ധതയാണത്. ഒരു വർഗീയ ശക്തിയോടും വിട്ടുവീഴ്ചയില്ല. ഇപ്പോ തൃശ്ശൂരിൽ BJP ജയിക്കാനിടയായ സംഭവത്തെക്കുറിച്ച് നമ്മുടെ പൊതുസമൂഹം ഗൗരവമായി കാണേണ്ടത് തന്നെയാണ്. അത് ഗൗരവമായി എല്ലാവരും പരിശോധിക്കേണ്ടതുമാണ്. എന്നാൽ കൺമുന്നിൽ വരുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ടല്ലോ. 2024 തെരഞ്ഞെടുപ്പ്, 2019 തെരഞ്ഞെടുപ്പ്. 2019 തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ കോൺഗ്രസിന് കിട്ടിയ വോട്ടിൽ 24 ആയപ്പോൾ 86,000 വോട്ടിന്റെ കുറവ് വരുന്നു. ഇവിടെ പോയി ആ 86,000 വോട്ട്? ഞങ്ങള് LDF ജയിച്ചില്ല. പക്ഷേ ഞങ്ങളെ വോട്ട് മൊത്തമായിട്ടെടുത്താൽ 16,000 വോട്ട് വർദ്ധിക്കുന്നു. ആ വർധനവ് മതിയോ എന്നത് ഞങ്ങൾ പരിശോധിക്കേണ്ട കാര്യമാണ്. അത് പരിശോധിക്കുകയും ചെയ്യും. പക്ഷേ ഞങ്ങളെ വോട്ട് 16,000 വർദ്ധിക്കുന്നു. BJP 1,00,000 വോട്ടിലധികം വർധനവുണ്ടാക്കി ഭൂരിപക്ഷത്തോടെ ജയിക്കുന്നു. 1,00,000 വോട്ടിന്റെ വർധനവ് കഴിഞ്ഞ തവണത്തിൽ നിന്നും ഉണ്ടാക്കുന്നു. ആ 1,00,000-ത്തിലധികം വോട്ട് ഉണ്ടാകുമ്പോൾ ഈ 86,000-ത്തിന് ഒരു സ്ഥാനമില്ലേ? എന്തേ അത് കാണാത്തത്? അതല്ലേ ഗൗരവമായ പ്രശ്നം. അപ്പോ നമ്മുടെ നാട്ടിൽ തെറ്റായ പ്രചരണങ്ങൾ ആരും സ്വീകരിക്കാനോ അംഗീകരിക്കാനോ പോകുന്നില്ല. RSSന്റെ കേരളത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ RSSന്റെ വളർച്ചയ്ക്ക് വേണ്ടി അനേകം സഖാക്കളാണ് ഇവിടെ രക്തസാക്ഷിത്വം വരിക്കേണ്ടി വന്നത്. സംഘപരിവാറിന്റെ കൊലക്കത്തിക്കരിയായാണ് അവരെല്ലാം രക്തസാക്ഷിത്വം ഭരിച്ചത്. ആ സഖാക്കളുടെ പാർട്ടിയാണിത്. വിട്ടുവീഴ്ചയില്ലാതെ വർഗീയതയ്ക്കെതിരെ പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി. കേരളത്തിന്റെ മതനിരപേക്ഷത തകർത്ത് വർഗീയ അജണ്ട പ്രചരിപ്പിച്ച് കടന്നു കയറാൻ പറ്റുമോ എന്ന് RSS വലിയ തോതിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ശ്രമങ്ങൾക്ക് പിന്തുണ നൽകാൻ ചിലരിപ്പോ തയ്യാറാകുന്നു എന്നതാണ് ഈ അടുത്ത കാലത്തെ സംഭവങ്ങൾ കാണിക്കുന്നത്. ഇവിടെ എല്ലാ കാര്യങ്ങളിലും കൃത്യമായ നിലപാടുകൾ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിലൊന്ന് അൻവർ. ഇപ്പോൾ അദ്ദേഹം കേരളത്തിലെ CPIM-ന്റെ നിയമസഭാ പാർട്ടി അംഗമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ നിയമസഭാ പാർട്ടി അംഗമല്ല, നിയമസഭാ പാർട്ടിയിൽ പങ്കെടുക്കില്ല, ഞാൻ LDF-ന്റെ ഭാഗവുമല്ല എന്ന് അദ്ദേഹം പരസ്യമായി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഏത് ഭാഗമാണെന്ന് പിന്നീട് അദ്ദേഹം തീരുമാനിക്കട്ടെ. ഏതായാലും അദ്ദേഹം നിയമസഭാ പാർട്ടി അംഗമായിരിക്കുന്ന ഘട്ടത്തിൽ ഉന്നയിച്ച ചില ആരോപണങ്ങളുണ്ടായിരുന്നു. ആ ആരോപണങ്ങൾ അവജ്ഞയോടെ തള്ളിക്കളിയല്ല സർക്കാർ ചെയ്തത്. ആ ആരോപണങ്ങൾ ഗൗരവത്തിലെടുത്തു. ആരോപണങ്ങളുടെ പിന്നിലുള്ള ഉദ്ദേശം എന്തെന്നൊന്നും പരിശോധിക്കാൻ ഞങ്ങൾ അന്നേരം പോയില്ല. പക്ഷേ ഒരു MLA ഉന്നയിച്ച ആരോപണങ്ങൾ എന്ന നിലക്ക് ഗൗരവത്തിലെടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു?
അതുമായി ബന്ധപ്പെട്ട് പരിശോധിക്കാൻ കേരളത്തിലെ ഏറ്റവും ഉന്നതനായ പോലീസ് മേധാവി, അതാണ് സംസ്ഥാന പോലീസ് മേധാവി, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ടീമിനെ നിയോഗിച്ചു. ആ ടീമിൻ്റെ പരിശോധന 1 മാസം കൊണ്ട് പൂർത്തിയാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പരിശോധന കിട്ടുന്ന മുറക്ക് അതിൻ്റേതായ നടപടികളിലേക്ക് കടക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഞങ്ങൾ സർക്കാർ സ്വീകരിച്ച നടപടി. ഇതിലൊന്നും സർക്കാരിന് മറച്ചു വെക്കാനില്ല. ആ റിപ്പോർട്ട് വരട്ടെ, വന്നതിന് ശേഷം ആ റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തി എന്ത് ചെയ്യണോ ആ നടപടികളിലേക്ക് സർക്കാർ കടക്കുകയും ചെയ്യും. ഇവിടെ